ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷുകാരുടെ ഭരണത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങളാണ് നോക്കിയത്. അത് കുറച്ച് ആദ്യത്തെ ഗവർണർ ആരാണ്, ഗവർണർ ജനറൽ ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അത് ഇന്നിപ്പോൾ അവരെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ പറയാം. എന്നാലും റോബർട്ട് ക്ലൈവും വാറൻ ഹേസ്റ്റിങ്സും ഒക്കെ അന്ന് പറഞ്ഞതാണ്. എന്നാലും ഇന്ന് അത് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പറഞ്ഞു പോവാം. ഇപ്പം നമുക്ക് ആദ്യം റോബർട്ട് ക്ലൈവ് പറയാം. റോബർട്ട് ക്ലൈവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ബംഗാളിലെ ആദ്യത്തെ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ ദിഫരണം കൊണ്ടുവരുന്നത് ആരാണ്? ദിഫരണം ഏർപ്പെടുത്തുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിലെ ദിഫരണം ഏർപ്പെടുത്തുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ഇനി റോബർട്ട് ക്ലൈവിന് ഒരു വിശേഷണം ഉണ്ടല്ലോ, സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ്. സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നറിയപ്പെടുന്നവരാണ് റോബർട്ട് ക്ലൈവ് ആണ്. ഇനി ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ അടിത്തറ പാകിയ യുദ്ധം, ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ അടിത്തറ പാകിയ യുദ്ധം എന്നറിയപ്പെടുന്ന ഏതാണ്? പ്ലാസി യുദ്ധമാണ്. ആ പ്ലാസി യുദ്ധം നടക്കുന്നത് 1757 ജൂൺ 23-നാണ്. ജൂൺ 23 എന്ന് പറയുന്നത് വിധവാ ദിനമാണ്. 1757 ജൂൺ 23-നാണ് പ്ലാസി യുദ്ധം നടക്കുന്നത്. ജൂൺ 23 എന്ന് പറയുന്നത് വിധവാ ദിനമാണ്. ഈ പ്ലാസി യുദ്ധം നടക്കുന്ന സമയത്ത് ബംഗാളിലെ ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. പ്ലാസി യുദ്ധം നടക്കുന്ന സമയത്ത് ബംഗാളിലെ ഗവർണർ എന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. പ്ലാസി യുദ്ധം നടക്കുന്ന ആരൊക്കെ തമ്മിലാണ്? റോബർട്ട് ക്ലൈവും സിറാജുദ്ദൗളയും തമ്മിലാണ്. റോബർട്ട് ക്ലൈവും സിറാജുദ്ദൗളയും തമ്മിലാണ്. ഇനി ബംഗാളിലെ ബ്രിട്ടീഷ് ആധിപത്യം ഉറപ്പിച്ച യുദ്ധം ഏതാണ്? ബക്സാർ യുദ്ധമാണ്. ബ്രിട്ടീഷ് ആധിപത്യം ഉറപ്പിക്കുന്നത് ബക്സാർ യുദ്ധമാണ്. ഏത് വർഷമാണ്? 1764-ലാണ്. ഇനി ഈ ബക്സാർ യുദ്ധത്തിന്റെ സമാധാന ഉടമ്പടിയാണ് അലഹബാദ് സന്ധി. അലഹബാദ് സന്ധി 1765-ലാണ്. റോബർട്ട് ക്ലൈവും ഷാ ആലം സെക്കൻഡും തമ്മിലാണ്. റോബർട്ട് ക്ലൈവും ഷാ ആലം സെക്കൻഡും തമ്മിലാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? അലഹബാദ് സന്ധി എന്ന് അറിയപ്പെടുന്നത്. അലഹബാദ് സന്ധി 1765-ലാണ്. എന്തിന്റെ? ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധം എന്നാണ്? ബക്സാർ യുദ്ധം 1764-ലാണ്. ഈ 1764-ലെ ബക്സാർ യുദ്ധത്തിന്റെ സമാധാന ഉടമ്പടിയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? 1765-ലെ അലഹബാദ് ഉടമ്പടി എന്ന് അറിയപ്പെടുന്നത്. ഈ അലഹബാദ് ഉടമ്പടി പ്രകാരമാണ് എന്താണ്? ദിവാനി അവകാശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്ന. ദിവാനി അവകാശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്ന. ദിവാനി അവകാശം എന്താണ്? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലെ നികുതി പിരിക്കുന്നതിനും നീതി നിർവഹണത്തിനുമുള്ള അധികാരമാർക്ക് കിട്ടുന്നു? ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്നതാണ് എന്തെന്നറിയപ്പെടുന്നത്? ദിവാനി അവകാശങ്ങൾ. ഈ ദിവാനി അവകാശങ്ങൾ കിട്ടുന്നത് അലഹബാദ് സന്ധി 1765-ലെ അലഹബാദ് സന്ധി പ്രകാരമാണ്. ഇനി വേറൊരു പ്രത്യേകത ഉണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ്, ഇങ്ങനെ 3 ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ബാബർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് വെല്ലസ്ലി പ്രഭുവാണ്. വെല്ലസ്ലിയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്നറിയപ്പെടുന്നത് ആരാണ്? കഴ്സൺ ആണ്. കഴ്സൺ പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ പറഞ്ഞു, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ പറഞ്ഞു, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് പറഞ്ഞു. എന്താ പറയാൻ കാര്യം? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ഇത്രയാണ് റോബർട്ട് ക്ലൈവിനെ കുറിച്ച് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ആളായിട്ടുള്ള വാറൻ ഹേസ്റ്റിങ്സിനെ നോക്കാം. വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1772 മുതൽ 1785 വരെയാണ്. വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലം എന്ന് പറയുന്നത് 1772 മുതൽ 1785 വരെയാണ് വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലം.
ഇനി ബംഗാളിലെ അവസാനത്തെ ഗവർണറാണ് വാറൻ ഹേസ്റ്റിങ്സ് എന്ന് പറയുന്നത്. ബംഗാളിലെ അവസാനത്തെ ഗവർണറാണ് വാറൻ ഹേസ്റ്റിങ്സ്. അതുപോലെ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലും വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഏത് പ്രകാരം? 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ആര് വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ഗവർണർ ജനറലായിട്ട് മാറുന്നത്. 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഈ 1773 തന്നെ വേറെ 1-2 പ്രത്യേകതകളുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. 1773 ബനാറസ് സന്ധി. 1773 ബനാറസ് സന്ധി വരുന്നത്. ബനാറസ് സന്ധിയും ഒപ്പുവെക്കുന്നത് ആര് തന്നെയാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ് ബനാറസ് സന്ധിയിൽ ഒപ്പുവെക്കുന്നത്. ഇനി 1773 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേകതയുണ്ടല്ലോ. 1773 ഡിസംബർ 16 1773 ഡിസംബർ 16 എന്ത് നടക്കുന്നത്? 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത് 1773 ഡിസംബർ 16 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ 1773 റെഗുലേറ്റിംഗ് ആക്ട് പറഞ്ഞു. ഈ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ബംഗാളിലെ ഗവർണറായിട്ടുള്ള വാറൻ ഹേസ്റ്റിങ്സ് എന്തായിട്ട് മാറി? ബംഗാളിലെ ഗവർണർ ജനറലായിട്ട് മാറുന്നത്. ഇനി 1774 കൊൽക്കത്തയിൽ ആദ്യമായിട്ട് ഒരു സുപ്രീം കോടതി വരുന്നത്. 1774 കൊൽക്കത്ത സുപ്രീം കോടതി. കൊൽക്കത്ത സുപ്രീം കോടതി. കൊൽക്കത്ത സുപ്രീം കോടതി. ഇതിന്റെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? 1774 കൊൽക്കത്ത സുപ്രീം കോടതി വരുന്നത്. വാറൻ ഹേസ്റ്റിങ്സിന്റെ സമയത്താണ്. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? എലീജ ഇംബെ. ഈ സമയത്താണ് ജുഡീഷ്യൽ കൊലപാതകം എന്നറിയപ്പെടുന്ന ആരുടെ കൊലപാതകം നടക്കുന്നത്? നന്ദകുമാർ മഹാരാജിന്റെ കൊലപാതകം നടക്കുന്ന ജുഡീഷ്യൽ കൊലപാതകം എന്നറിയപ്പെടുന്ന നന്ദകുമാർ മഹാരാജിന്റെ കൊലപാതകം നടക്കുന്ന ഈ എലീജ ഇംബെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന സമയത്താണ്. വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്താണ്. ഇനി കൽക്കത്ത മദ്രസ സ്ഥാപിക്കുന്നത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കൽക്കത്ത മദ്രസ വരുന്നത് വാറൻ ഹേസ്റ്റിങ്സിന്റെ സമയത്താണ്. കൽക്കത്ത മദ്രസ വരുന്നത് വാറൻ ഹേസ്റ്റിങ്സിന്റെ സമയത്താണ്. അതുപോലെ ബംഗാളിലെ ഡയാർക്കി കൊണ്ടുവന്നത് ആരാന്ന് പറഞ്ഞു? റോബർട്ട് ക്ലൈവ് ആണെന്ന് പറഞ്ഞു. ബംഗാളിലെ ഡയാർക്കി കൊണ്ടുവരുന്നത് റോബർട്ട് ക്ലൈവ്. എന്നാൽ ആ ബംഗാളിലെ ഡയാർക്കി അവസാനിപ്പിക്കുന്നത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാളിലെ ഡയാർക്കി അവസാനിപ്പിക്കുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇനി അടുത്ത് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് വരുന്നത്. 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1774 പിറ്റ്സ് ഇന്ത്യ ആക്ട് വരുന്നത്. ഈ 1784 തന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. 1784 എന്ത് വരുന്നത്? റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വരുന്നത്. 1784 റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വരുന്നത്. ഇത് ആരാണ് സ്ഥാപിക്കുന്നത്? വില്യം ജോൺസ് ആണ്. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നത് വില്യം ജോൺസ് ആണ്. ഇതിന്റെ അത് ആരുടെ കാലത്തായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്തായിരുന്നു. എന്തിനാണ് ഈ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നത്? ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരവും ഒക്കെ കുറിച്ച് പഠിക്കുന്നതിനായിട്ടാണ് എന്ത് വരുന്നത്? റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ഇന്ത്യയുടെ ചരിത്രത്തെയും ഇന്ത്യയുടെ സംസ്കാരത്തെയൊക്കെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് വരുന്ന സ്ഥാപനമാണ് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. 1784 ആരുടെ കാലത്താണ്? വില്യം ജോൺസിന്റെ കാലത്താണ്. ഇതിൽ തന്നെ ഈ വർഷം തന്നെയാണ് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ.
റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1784 അത് സ്ഥാപിക്കുന്നത് വില്യം ജോൺസ് ആണ്. ആരുടെ കാലത്താണ്? വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്താണ്. ഇനി ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? ചാൾസ് വിൽക്കിൻസ് ആണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ചാൾസ് വിൽക്കിൻസ് ആണ്. ഈ ചാൾസ് വിൽക്കിൻസ് ട്രാൻസ്ലേറ്റ് ചെയ്ത ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് അവതാരിക എഴുതിയത്, ആമുഖം എഴുതിയത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. എന്താണ് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ചാൾസ് വിൽക്കിൻസ് ആണ്. ഈ ചാൾസ് വിൽക്കിൻസ് പരിഭാഷപ്പെടുത്തിയ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് അവതാരിക എഴുതിയത് അല്ലെങ്കിൽ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഈ ഭഗവത്ഗീത ട്രാൻസ്ലേറ്റ് ചെയ്തത് പറഞ്ഞപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം. ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാണ്? മാക്സ് മുള്ളർ ആണ്. ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? മാക്സ് മുള്ളർ ആണ്. അപ്പൊ നമ്മൾ 1772 മുതൽ 1785 വരെയാണ് ആരുടെ കാലം എന്ന് പറയുന്നത്? വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയാണ് വാറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ച് നോക്കിയ കാര്യങ്ങൾ. എന്താണ്? ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു. റെഗുലേറ്റിംഗ് ആക്ട് 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ആര് വരുന്നത്? വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ഗവർണർ ജനറൽ ആകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞാൽ 1773 തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ബനാറസ് സന്ധി. ആ സമയത്തും വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ഇനി 1773 പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് എന്തെന്ന്? ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത് 1773 ഡിസംബർ 16 ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് പറഞ്ഞു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞു. ഇനി തൊട്ടടുത്ത വർഷം 1774 കൊൽക്കത്ത സുപ്രീം കോടതി വരുന്നതെന്ന് പറഞ്ഞു. ഇതിന്റെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എലീജ എംബെ ആണെന്ന് പറഞ്ഞു. നന്ദകുമാർ മഹാരാജിന്റെ കൊലപാതകം ജുഡീഷ്യൽ കൊലപാതകം എന്നറിയപ്പെടുന്നത് പറഞ്ഞു. ഇനി കൊൽക്കത്ത മദ്രസ വരുന്നത് വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്താണ്. പിന്നെ അതുപോലെ ബംഗാളിലെ ഡയാർക്കി കൊണ്ടുവന്നത് റോബർട്ട് ക്ലൈവും ബംഗാളിലെ ഡയാർക്കി അവസാനിപ്പിക്കുന്നത് ആരെന്ന് പറഞ്ഞു? വാറൻ ഹേസ്റ്റിങ്സ് ആണെന്ന് പറഞ്ഞു. ഇനി അടുത്ത 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് വരുന്നതെന്ന് പറഞ്ഞു. 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് വരുന്നത്. ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട് വരുന്ന സമയത്ത് ബംഗാളിലെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണെന്ന് പറഞ്ഞു. ഈ സെയിം 1784 തന്നെയാണ് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വരുന്നതെന്ന് പറഞ്ഞു. അത് സ്ഥാപിക്കുന്ന ആരാന്ന് പറഞ്ഞു? വില്യം ജോൺസ് ആണെന്ന് പറഞ്ഞു. ഇതിന്റെ ആരുടെ സമയത്താണ്? ഇത് വാറൻ ഹേസ്റ്റിങ്സിന്റെ സമയത്താണ്. ഇനി ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരെന്ന് പറഞ്ഞു? ചാൾസ് വിൽക്കിൻസ് ആണെന്ന് പറഞ്ഞു. ഈ ചാൾസ് വിൽക്കിൻസ് പരിഭാഷപ്പെടുത്തിയ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് അവതാരിക എഴുതിയത് അല്ലെങ്കിൽ ആമുഖം എഴുതിയത് ആരെന്ന് പറഞ്ഞു? വാറൻ ഹേസ്റ്റിങ്സ് ആണെന്ന് പറഞ്ഞു. ഇനി ഒരു പോയിന്റും കൂടെ ഉണ്ട്. കൊൽക്കത്തയിൽ റവന്യൂ ബോർഡ് വരുന്നത് ആരുടെ സമയത്താണ്? വാറൻ ഹേസ്റ്റിങ്സിന്റെ സമയത്താണ്. കൊൽക്കത്തയിൽ റവന്യൂ ബോർഡ് വരുന്നത് വാറൻ ഹേസ്റ്റിങ്സിന്റെ സമയത്താണ്. ഇനി നമുക്ക് അടുത്ത ആളിനെ നോക്കാം. കോൺവാലിസ് പ്രഭുവിന്റെ കാലഘട്ടം 1786 മുതൽ 1793 വരെയാണ്. 1786 മുതൽ 1793 വരെ. കോൺവാലിസ് പ്രഭു ഏതാണ്? 1786 മുതൽ 1793 വരെ. നമ്മൾ കോൺവാലിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവരുന്നത് ആരാണ്? കോൺവാലിസിന്റെ കാലത്താണ്. പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വരുന്നത് കോൺവാലിസിന്റെ കാലത്താണ്. ഏത് വർഷമാണ്? 1793 പെർമനന്റ് സെറ്റിൽമെന്റ്. പെർമനന്റ് സെറ്റിൽമെന്റ് ഏത് വർഷം? 1793. ആരുടെ സമയത്താണ്? കോൺവാലിസിന്റെ സമയത്താണ്. ഈ പെർമനന്റ് സെറ്റിൽമെന്റിനെ തന്നെ എന്തെന്നറിയപ്പെടുന്നു? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ സെമീന്ദാരി സിസ്റ്റം എന്ന് അറിയപ്പെടുന്നു. പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ സെമീന്ദാരി വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് ഏതാണ്? 1793 പെർമനന്റ് സെറ്റിൽമെന്റ് ആണ്. ഇനി നമ്മൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പറഞ്ഞപ്പോഴത്തേക്കും ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ബംഗാൾ ബീഹാർ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്നതാണെന്നറിയപ്പെടുന്നത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്നാണ്. അപ്പൊ സൗത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഏതാണ്? സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നികുതി വ്യവസ്ഥ ഏതായിരുന്നു? റൈറ്റ് വാരി സിസ്റ്റം. സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതായിരുന്നു റൈറ്റ് വാരി സിസ്റ്റം. അത് റൈറ്റ് വാരി സിസ്റ്റം കൊണ്ടുവരുന്നത് ആരാണ്? തോമസ് മൺട്രോയാണ്.
റൈറ്റ് വാരി സിസ്റ്റം സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നികുതി സിസ്റ്റമാണ്. അത് കൊണ്ടുവരുന്നത് തോമസ് മൺട്രോയാണ്. എന്നാൽ മഹൽവാരി സിസ്റ്റം ഉണ്ടല്ലോ, മഹൽവാരി സിസ്റ്റം എന്താണ്? പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിലനിന്ന ഭൂനികുതി വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ എന്ന് പറഞ്ഞത്. പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഭൂനികുതി വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മള് പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കോൺവാലിസ് ആണെന്ന് പറഞ്ഞു. ബംഗാൾ, ബീഹാർ പ്രദേശങ്ങളിലാണ് എന്തെന്ന് പറഞ്ഞു? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ സെമീന്ദാരി വ്യവസ്ഥ എന്ന് പറഞ്ഞു. പിന്നെ അത് അപ്പൊ പറഞ്ഞപ്പോഴാണ് നമ്മൾ എന്താണ് സൗത്ത് ഇന്ത്യയില്, ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്ന ഭൂനികുതി വ്യവസ്ഥയാണ് റൈറ്റ് വാരി സിസ്റ്റം എന്ന് പറയുന്നത്. റൈറ്റ് വാരി സിസ്റ്റം കൊണ്ടുവരുന്നത് തോമസ് മൺട്രോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മഹൽവാരി സിസ്റ്റം ഏതാണ്? പടിഞ്ഞാറൻ ഇന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന നികുതി വ്യവസ്ഥയാണെന്നറിയപ്പെടുന്നത് മഹൽവാരി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ഇന്ത്യയിലെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നത് ആരാണ്? കോൺവാലിസിന്റെ കാലത്താണ്. ഇന്ത്യയിലെ യൂണിഫോം സിവിൽ കോഡ് നിലയിൽ വരുന്നത് കോൺവാലിസിന്റെ കാലത്താണ്. അതുപോലെ പിന്നെ അദ്ദേഹത്തെ എന്തെന്നറിയപ്പെടുന്നു? ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് കോൺവാലിസ് പ്രഭു ആണെങ്കിൽ ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് ആരാണ്? ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇപ്പൊ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭു ആണ്. എന്നാൽ ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലിനെ പറയുമ്പോഴാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യൻ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി ഇദ്ദേഹമാണ് നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കാനായിട്ട് പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനെന്ന് അറിയപ്പെടുന്നത്. നാട്ടുരാജ്യ സംയോജനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയുമാരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുമാരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി അദ്ദേഹം പറഞ്ഞൊരു കൊട്ടേഷനാണ് എന്താണ്? എനിക്ക് ഒരേ ഒരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ്. എനിക്ക് ഒരേ ഒരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞതും ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. പിന്നെ നമ്മൾ സർദാർ വല്ലഭായ് പട്ടേലിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മൾ ബർദോളി സത്യാഗ്രഹം പറഞ്ഞേ മതിയാവും. ബർദോളി സത്യാഗ്രഹം നടക്കുന്നത് 1928 ബർദോളി സത്യാഗ്രഹം 1928 ബർദോളി എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ആരാണ് ബർദോളി ഗാന്ധി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്? ഗുജറാത്തിലെ ബർദോളിയിലെ കർഷകരാണ് ബർദോളി ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഒരു പോയിന്റ് കൂടി പറയാം. കേരളത്തിലെ ബർദോളി എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമുണ്ട്. കേരളത്തിലെ ബർദോളി എന്നറിയപ്പെടുന്നതാണ് ഏത്? പയ്യന്നൂർ. അപ്പൊ ഇത്രയും നമ്മൾ സർദാർ വല്ലഭായ് പട്ടേലിനെ പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് ഇവിടെ നിന്നാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്? ഇന്ത്യയുടെ സിവിൽ സർവീസിന്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്നതാണ് കോൺവാലിസ് പ്രഭു. എന്നാൽ ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണെന്ന് പറഞ്ഞു. ഇനി ഇന്ത്യയിലെ യൂണിഫോം സിവിൽ കോഡ് വരുന്നത് കോൺവാലിസിന്റെ കാലത്താണെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ ക്രിമിനൽ കോടതികൾ വരുന്നത് കോൺവാലിസ് പ്രഭുവിന്റെ കാലത്താണ്. ഇന്ത്യയിൽ ക്രിമിനൽ കോടതി വരുന്നത് കോൺവാലിസിന്റെ കാലത്താണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും താഴെ അറ്റത്തെ ക്രിമിനൽ കോടതി എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും താഴെ അറ്റത്തെ ക്രിമിനൽ കോടതി എന്ന് അറിയപ്പെടുന്നത് മജിസ്ട്രേറ്റ് കോടതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും താഴെ അറ്റത്തെ ക്രിമിനൽ കോടതി മജിസ്ട്രേറ്റ് കോടതി. എന്നാൽ താഴെ അറ്റത്തെ സിവിൽ കോടതിയാണെങ്കിലോ? ഏറ്റവും താഴെ അറ്റത്തെ സിവിൽ കോടതിയാണെങ്കിൽ മുൻസിഫ് കോടതി. ഏറ്റവും താഴെ അറ്റത്തെ ക്രിമിനൽ കോടതി മജിസ്ട്രേറ്റ് കോടതിയും ഏറ്റവും താഴെ അറ്റത്തെ സിവിൽ കോടതി എന്നറിയപ്പെടുന്നത് ഏതാണ്?
മുനിസിഫ് കോടതിയുമാണ്. അപ്പം ഇന്ത്യയിലെ ക്രിമിനൽ കോടതികൾ നിലയിൽ വരുന്നത് ആരുടെ കാലത്താണ്? കോൺവാലിസ് പ്രഭുവിന്റെ കാലത്താണ്. ഇനി കോൺവാലിസ് പ്രഭുവിനെ കുറിച്ച് ഒരു പോയിന്റും കൂടി ഉള്ളത്, ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവയ്ക്കുന്ന സമയത്ത് എന്താണ് ബംഗാളിലെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ശ്രീരംഗപട്ടണം സന്ധി ഏത് വർഷം? ശ്രീരംഗപട്ടണം സന്ധി 1792 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെക്കുന്ന സമയത്ത് ബംഗാളിലെ ഗവർണർ ജനറൽ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഈ ശ്രീരംഗപട്ടണം സന്ധി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മൈസൂർ വാർ, ഒന്നാം മൈസൂർ വാർ, രണ്ടാം മൈസൂർ വാർ, മൂന്നാം മൈസൂർ വാർ, നാലാം മൈസൂർ യുദ്ധം. അങ്ങനെ 4 മൈസൂർ യുദ്ധങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാം മൈസൂർ യുദ്ധം, രണ്ടാം മൈസൂർ യുദ്ധം, മൂന്നാം മൈസൂർ യുദ്ധം. മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ ഉടമ്പടിയാണ് എന്തെന്നറിയപ്പെടുന്നത്? ശ്രീരംഗപട്ടണം ഉടമ്പടി. മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇത് ഒപ്പുവയ്ക്കുന്നത് ആരുമായിട്ടാണ്? ടിപ്പു സുൽത്താനുമായിട്ടാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. ആരാണ്? വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്താണ്. എന്നാൽ 4ാം മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു കൊല്ലപ്പെടുന്നത്. 4ാം മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു കൊല്ലപ്പെടുന്നത്. 1799 ടിപ്പു കൊല്ലപ്പെടുന്നത്. 4ാം മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു കൊല്ലപ്പെടുന്നത്. 1799. ഇത്രയാണ് നമ്മൾ കോൺവാലിസ് പ്രഭുവിനെ കുറിച്ച് പറഞ്ഞ. കോൺവാലിസ് പ്രഭുവിന്റെ കാലഘട്ടം പറഞ്ഞത് 1786 മുതൽ 1793 വരെയാണ്. ഇന്ത്യയുടെ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭുവാണ്. അതുപോലെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ സെമീന്ദാരി വ്യവസ്ഥ കൊണ്ടുവരുന്നത് ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വരുന്നത്. അതുപോലെ ഇന്ത്യയിലെ യൂണിഫോം സിവിൽ കോഡ് സ്ഥാപിക്കുന്നത് ആരുടെ കാലത്താണ്? വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്താണ്. യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 44. യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 44. ഏത് പാർട്ടിലാണ്? പാർട്ട് 4 രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങളിലാണ് ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഇന്ത്യയിലെ ക്രിമിനൽ കോടതികൾ കൊണ്ടുവരുന്നത് ആരുടെ കാലത്താണ്? വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്താണ്. ഇന്ത്യയിലെ ക്രിമിനൽ കോടതികൾ നിലയിൽ വരുന്നത് വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്താണ്. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഏറ്റവും താഴെ അറ്റത്തെ ക്രിമിനൽ കോടതി മജിസ്ട്രേറ്റ് കോടതിയും ഏറ്റവും താഴെ അറ്റത്തെ സിവിൽ കോടതി മുനിസിഫ് കോടതിയാണെന്ന് പറഞ്ഞത്. ഇനി അടുത്ത ശ്രീരംഗപട്ടണം സന്ധി വരുന്നത് 1792. ശ്രീരംഗപട്ടണം സന്ധി വരുന്നത് 1792. ഇത്രയാണ് നമ്മൾ കുറിച്ച് പറഞ്ഞത്, കോൺവാലിസിനെ കുറിച്ച് പറഞ്ഞത്.